പിന്നെ മുകേഷ് ഏട്ടൻ, പിന്നെ ഇവരാണ് നമ്മുടെ സീസണിൽ വന്നത്. പിന്നെ ലാസ്റ്റ് സ്റ്റീഫൻ ദേവസി വന്നു ഫിനാലയുടെ ഡേ, ആ ഡേ വന്നു. അല്ലാതെ നമ്മുടെ ഹൗസിലേക്ക് അങ്ങനെ വന്നില്ല. പിന്നെ റീ എൻട്രി ആണ് വന്നത്. റീ എൻട്രി ഗസ്റ്റ് അവരും എല്ലാരും വന്നു, എല്ലാ കണ്ടസ്റ്റൻസും വന്നു. പക്ഷെ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാല് അവര് വന്നു രാവിലെ പോയി. നമ്മുടെ ഈ സീസൺ പോലെ സ്റ്റേയും പരിപാടികളൊന്നും ഇല്ല. കാര്യം അതെന്ന് പറഞ്ഞാല് ഭയങ്കര പുറത്തുനിന്നെല്ലാം ഇപ്പൊ നമുക്ക് എന്തുകൊണ്ടും പറയാം. ഇപ്പൊ പാനിക് ആക്കാം, അതിനകത്തുള്ള ആളുകൾ വേണമെങ്കിൽ ചെവി പോയി പാനിക് ആക്കാം. പുറത്തുള്ള കാര്യങ്ങൾ ഇങ്ങനെയാണ്, നിങ്ങൾക്ക് പുറത്ത് ഭയങ്കര നെഗറ്റീവ് എന്ന് പറയുമ്പോൾ ഞാൻ ഭയങ്കര പാനിക്കായി പോലെ. അപ്പൊ അതിനോട് ടൈമേ കിട്ടിയില്ല. ടെൻഷൻ എന്ന് പറഞ്ഞാൽ നീ പുറത്തേക്ക് ഇറങ്ങ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു ചെറിയൊരു അത് അങ്ങനെ നമുക്ക് എനിക്ക് പിന്നെ ഭയമില്ലല്ലോ അന്ന്. നമുക്ക് പോവാനൊന്നുമില്ല. ഫെയിമോ പിണങ്ങി പോവാൻ ഭാര്യയോ അല്ലെങ്കിൽ ഇപ്പൊ ഫാൻസ് പോകുന്നുള്ള അയ്യോ ഇപ്പൊ അത് പോവും. എനിക്കിപ്പോ എന്ത് പ്രശ്നം ഉണ്ടായാലും എന്റെ വീട്ടിൽ എന്റെ ഉമ്മ കയറ്റുന്നുള്ളൊരു ഉറപ്പെനിക്കുണ്ടാവും. അത് ഇപ്പോഴും ഉണ്ട്, അപ്പോഴും ഉണ്ട്. ഇനിയിപ്പോ എന്താ റാമ്പറപ്പ് കാണിച്ചാലും വീട്ടിൽ തന്നെ കയറ്റും. അപ്പൊ പിന്നെ നമുക്ക് ആ ഭയമില്ല. നമുക്ക് ആകെയുള്ളത് വീട്ടുകാരുടെ അതാണ്. അത് നമുക്ക് ആ വീട്ടുകാരെ സേഫ് ആണെന്നുള്ള ഉമ്മ വീഡിയോ വോയിസ് ഒക്കെ ആ സമയത്ത് അയക്കുന്നുണ്ടായിരുന്നു. മീൻസ് ഇപ്പൊ ഫ്ലഡ് നടക്കുന്ന സമയത്ത് ഞാൻ അയക്കുന്നു. അപ്പൊ വീട്ടിലെല്ലാം സേഫ് ആണെന്ന് പറയും. പിന്നെ ആ കുക്കിംഗ് ഷോ നടക്കും, ഉമ്മയുടെ വോയിസ് പറയുന്ന വീഡിയോ ഒക്കെ പറയുന്നുണ്ട്. കുക്കിംഗ് ഇങ്ങനെ ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം നമുക്കിപ്പോ ഓൾറെഡി വീട്ടുകാരുടെ ഫേസ് ആണ് മനസ്സിലാവും, അവരും ഓക്കെയാണ്. പിന്നെ ഞാൻ ഓക്കെ. പിന്നെ ലാലായിട്ട് എനിക്ക് ഭയങ്കര സപ്പോർട്ടായിരുന്നു. ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, എനിക്ക് പ്രോട്ടീൻ പൗഡർ ആയിരുന്നു. അതിനകത്ത് എല്ലാവരും കൂടെ എന്നെ അറ്റാക്ക് ചെയ്യുമ്പോൾ ലാലേട്ടൻ പറയും മോനെ ഞാൻ ഉണ്ട്, മോനെ ചേട്ടനുണ്ട് കൂടെ. അന്ന് എനിക്കൊരു സപ്പോർട്ട് ഉണ്ടായിരുന്നു. കാര്യം മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ലാലേട്ടൻ എന്നെ പറ്റി എന്ന് പറഞ്ഞാൽ ആന്റണി ചേട്ടൻ പെരുമ്പാവൂരുള്ള, പിന്നെ ലാലേട്ടൻ ഡ്രൈവർ, അങ്ങനെയുള്ള കുറെ ആളുകളൊക്കെ പെരുമ്പാവൂർ. അപ്പൊ ഞാൻ പെരുമ്പാവൂർ പണ്ട് ഫുട്ബോൾ കളിക്കുന്നത്. അപ്പൊ എന്നെ പറ്റി ചിലപ്പോ അന്വേഷിക്കും ഇവരൊക്കെ, ഞാൻ എന്താണെന്നൊക്കെ ചിലപ്പോ എന്നെ പറ്റി അന്വേഷിച്ചിട്ടുണ്ടാവും. പിന്നെ നമുക്കിപ്പോ വലിയ ചീത്തപ്പേരൊന്നും ഉണ്ടായില്ല. അപ്പൊ അതുകൊണ്ട് വലിയ കുഴപ്പമുണ്ടായാലും പോയി. പക്ഷെ ഈ സീസൺ അങ്ങനെയല്ല. സീസൺ എന്ന് പറഞ്ഞാല് ഓരോ ആളുകൾക്കും ഓരോ ഒരു ഇപ്പൊ ഞാൻ അനുമോൾക്ക് വേണ്ടി ഒരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞല്ലേ അതിന്റെ ഇടയിൽ പൂര ചീത്തയാ. അത് ഫോട്ടോ ഉണ്ടാവില്ല, വെറുതെ ഒരു ഫേക്ക് അക്കൗണ്ടിൽ നിന്നിട്ട് എന്നെ തെറി പറയുക, അനുമോള് മോശം പറയുക. ഇവന് അനുമോള് പേഴ്സണലി അറിയാതെ എന്തിനാണ് ഒരാളെ കുറ്റം പറയുന്നത്? ചെന്നൈനെ പേഴ്സണലി അറിഞ്ഞിട്ട് കുറ്റം പറയുന്ന ന്യായമുണ്ട്. എന്നാലും കുറ്റം പറയാൻ പാടില്ലാന്നേ. തികഞ്ഞാൻ ആരും ഉണ്ടോ? ഞാൻ തികഞ്ഞിട്ടൊന്നുമില്ല. എനിക്ക് ഒരുപാട് മോശ വശമുണ്ട്, നല്ല വശമുണ്ട്. അപ്പൊ പിന്നെ നമ്മൾ ഒരാളെ കുറ്റം പറയുമ്പോ തികഞ്ഞവര് പറയുക, അല്ലാതെ ഒരു ഷോ കണ്ടിട്ട് ഷോയിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാൽ അയാൾ മോശമാണെന്ന് പറഞ്ഞിട്ട് ചുമ്മാ അങ്ങോട്ട് പെയിന്റ് അടിക്കുക. അത് മോശമാണ് അങ്ങ് എഴുതുക. ഒരു റൂമിൽ എഴുതുന്ന ഒരു മൊബൈൽ ഉണ്ടാവും, ദശാനും രാമു അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തു. അത് വെച്ചിട്ട് എഴുതാണ് അങ്ങനെ മോള് ഇങ്ങനെ മോള് അവൾ അങ്ങനെ അവൾ തോക്കട്ടെ. എനിക്ക് തോന്നുന്നു സീസൺ 1 to സീസൺ 7 എടുത്ത് നോക്കുമ്പോ ഞാനൊക്കെ സീസൺ 1 ടിവിയിലായിരുന്നു ഫുൾ ടൈം. ആ സമയത്ത് ഫോൺ ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ കയറും നമുക്ക് ഫുൾ ടൈം. അപ്പൊ ഫാമിലി മൊത്തം ടിവിയിൽ. ഇപ്പൊ അങ്ങനെയല്ല, ടിവിയിലല്ല. ഇപ്പൊ എല്ലാം ഞങ്ങൾ ഹോട്ട്സ്റ്റാർ ഫോണിലൊക്കെയാണ് കാണുന്നത്. നമ്മളൊരു റീ എൻട്രി ഇപ്പൊ ഏറ്റവും കൂടുതൽ ഒരു ഇളക്കവും എന്തൊക്കെയാ നടക്കണ്ടാത്ത പല സംഭവങ്ങളൊക്കെയാണ് ഈ ഒരു ഫിനാലയോട് അടുക്കുമ്പോ നിൽക്കുന്നത്. നമ്മള് റീ എൻട്രി എന്ന് വെച്ചാൽ കഴിഞ്ഞ സീസൺ വരെ കണ്ടേക്കണ എന്താ ഭയങ്കര ജോളി, എന്താ പറയാ ഒരു കോളേജ് റീയൂണിയൻ പോലെയാണ്. ഞാനിപ്പോ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവരൊക്കെ ഇപ്പൊ റീ എൻട്രി ആളുകളൊക്കെ അവരെ വെളുപ്പിക്കാൻ വേണ്ടി പോയപോലെ. പറഞ്ഞാൽ ഒരു വ്യക്തിയെ ടാർഗറ്റ് ചെയ്യാം, എന്നിട്ട് അവരങ്ങനെ അറ്റാക്ക് ചെയ്യാം. അവർ അനുമോളുടെ ഫാൻ ബേസ് എന്ന് പറഞ്ഞാല് ഇങ്ങനെയാ, ഇത് ഹേറ്റേഴ്സും ഉണ്ട് സപ്പോർട്ടേഴ്സും ഉണ്ട്, ഒരു ഈക്വൽ ആയിട്ട് നിൽക്കാം. അപ്പൊ ആ ഹേറ്റിലേക്ക് കൂടുതൽ ഫോഴ്സ് ചെയ്യാം. ഈ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ ഹേറ്റ് അവിടെ, അപ്പൊ അവരും കൂടി ബ്രേറ്റ് ആവുമല്ലോ. ഇത് ഈ ഹേറ്റ് ചെയ്യുന്ന ആളുകൾ ഇവരെ സപ്പോർട്ട് ചെയ്യും. മനസ്സിലാക്ക്? അപ്പൊ അതാണ് ഇവരിപ്പോ ചെയ്തോണ്ടിരിക്കുന്നത്. ഇവർക്ക് അറിയാൻ പാടില്ല അനുമോള് വിന്നറാവും. അപ്പൊ അക്ബറോ അനീഷോ ഷാനവാസോ നൂറയോ ആരോ നിവിനോ ആരോ സെക്കൻഡോ എന്തെങ്കിലും ആവും. എന്തിനാണ് ഒരാളെ ടാർഗറ്റ് ചെയ്യുന്നത്? മോശമാണ്. ഞാനിപ്പോ ആരുടെ പേര് പറയുന്നില്ല, മോശ. കാര്യം അനുമോൾ അവരെ ടാർഗറ്റ് ചെയ്യുന്നില്ലല്ലോ. ചെയ്യുന്നുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല. ഞാൻ സീസൺ ഇരുന്ന് കാണുന്ന ഒരാളാണ്. എല്ലാം കാണാൻ പറ്റില്ലെങ്കിലും പരമാവധി കാണും. ഞാൻ ഇരുന്ന് കാണുന്ന അനുമോളുടെ പല കാര്യങ്ങളും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളുണ്ട്. അത് പലർക്കും ഉണ്ടാവും. എല്ലാരും തികഞ്ഞവരാന്ന് പറയുന്നില്ല. ഇപ്പൊ അനുമോളുടെ ഇപ്പൊ എന്താ ഫുഡ്, എസ്പെഷ്യലി അനുമോളോട് നമുക്ക് കുറച്ചെങ്കിലും ദേഷ്യം വരുന്നത് ആ കിച്ചണിൽ കയറുമ്പോ, അല്ലെങ്കിൽ അനുമോളുടെ ഞാൻ ഒരു മനസ്സിലാക്കിയ കാര്യം, അവള് ഫുഡിന് വില കൊടുക്കുന്ന ഒരാളാണ്. ഫുഡ് ഇങ്ങനെ വലിച്ചു വാരി വേസ്റ്റ് ആക്കുന്നില്ല, അത് എല്ലാവർക്കും അത് വീതിച്ചു കൊടുക്കുന്നു, അവിടെ ഫ്രിഡ്ജിൽ വെക്കുന്നു. അവൾ ചിലപ്പോ ഫുഡിനോട് ചിലപ്പോ ഒരു ചെറിയൊരു ഇതുള്ളതുകൊണ്ടായിരിക്കും ചിലപ്പം. പിന്നെ അവിടെയുള്ള ആളുകൾ അവള് ചെറിയൊരു ആത്മാർത്ഥത കാണിക്കുന്നുണ്ടായിരിക്കും മേ ബി.
മേ ബി എനിക്ക് തോന്നിയ കാര്യമാണ്. ഈ സീസണും എൻട്രി ചെയ്ത ഒരു അപ്പൊ വ്യക്തി എനിക്ക് അങ്ങനെ തോന്നിയതാണ്. എനിവേ അത് എന്തെങ്കിലും ആവട്ടെ. ഇതെന്താണ് അടുത്തെന്തോ വരുന്നുണ്ടെന്ന് തോന്നുന്നു. പ്ലേറ്റ് ആണ്, വേറെ ഒന്നുമില്ല. ഒന്നുമില്ല. അടിപൊളിയാട്ടോ ചേട്ടാ. അപ്പൊ മെയിൻ കാര്യം, ഞാൻ ഈ സീസണിൽ പോയല്ലോ, ഞാനിപ്പോ അനുമോള് വെളുപ്പിക്കാനും നോക്കണമെന്നില്ല. അനുമോൾക്ക് ഒരുപാട് ഡ്രോബാക്ക് ഉണ്ട്. ഞാനിപ്പോ ഇല്ലാന്ന് പറയല്ലോ, അത് എല്ലാവർക്കും ഉണ്ട്, എല്ലാവർക്കും ഉണ്ട്. പിന്നെ അനുമോള് മനസ്സിൽ വച്ചിട്ട് പെരുമാറുന്ന ആളല്ല, അവൾ അപ്പൊ തന്നെ പറയും. മനസ്സിലായോ? അവള് സ്പോട്ടിൽ പറയാം, അവൾക്ക് ഇത് ശരിയല്ല ശരിയില്ല എന്ന് പറയും. അവളിന്ന് കണ്ണനെ വിളിച്ചു പറയും. അതങ്ങനെ ഒരു ഉള്ളിൽ വെച്ചിട്ട് ഇരിക്കുക, അങ്ങനെ. ഞാനപ്പോ അവളോട് ചില കാര്യം കണ്ടില്ല മട്ട് മുന്നോട്ട് പോവുക, ഇത് ഇങ്ങനത്തെ ഒരു ഷോ ആണെന്ന് ഞാൻ അവളോട് പറഞ്ഞിട്ടാ പോകുന്നത് ഇങ്ങോട്ട്. പിന്നെ കരയരുത്, ഞാൻ 2 അഡ്വൈസ് കൊടുത്തു. ചിലത് കണ്ടില്ല മട്ട് ഇരിക്കേണ്ടവരും, പിന്നെ കരയരുത് മോളെ, എന്തിനാ എപ്പോഴും കരയണമെന്ന് ചോദിച്ചു. ഇതല്ലാതെ വേറെ ഒന്നും ഞാൻ സംസാരിച്ചിട്ടില്ല. പിന്നെ ആ പ്ലാസ്റ്റിക് എടുത്ത് എറിഞ്ഞിട്ട് പോകും. ഞാനവിടെ എല്ലാവർക്കും അഡ്വൈസ് കൊടുത്തു. ഇപ്പൊ സാബിമോൻ എടുത്ത് പറഞ്ഞാൽ നിന്റെ കരിയറിൽ നിനക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയൊരു പ്ലാറ്റ്ഫോമാണത്. ഇത് എനിക്ക് ഇതിനും വലിയൊരു പ്ലാറ്റ്ഫോം എനിക്ക് കിട്ടില്ല. ഒരു ബിഗിനർ എന്ന രീതിയിൽ ഒരാൾക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയൊരു പ്ലാറ്റ്ഫോമാണ് ബിഗ് ബോസ്. എനിക്കത് വലിയൊരു പ്ലാറ്റ്ഫോമായിരുന്നു. കാര്യം എന്നെ സംബന്ധിച്ച് ഞാൻ ഒന്നുമല്ലാതെ, നിങ്ങൾക്കറിയാലോ, ഞാനൊരു മോഡൽ എന്ന രീതിയിൽ ആർക്കും എന്നെ അറിയാൻ പാടില്ല. ഒരു മോഡൽ എന്ന രീതിയിൽ എന്നെ ഒരു മനുഷ്യൻ അറിയില്ല. അതിനുപരി മോഡൽ എന്ന രീതിയിൽ ഞാൻ അവിടെ റെപ്രസെന്റ് ചെയ്ത് ഞാൻ 3-ാം സ്ഥാനം വന്നു. അതിനുശേഷം എന്നെ മലയാളികൾ തിരിച്ചറിയാൻ തുടങ്ങി. ഞാൻ എവിടെയും നമുക്ക് എന്നെ ആളുകൾ തിരിച്ചറിയുന്നുണ്ടല്ലോ, അത് വലിയൊരു ഭാഗ്യമാണ്. അത് ബിഗ് ബോസ് കൊണ്ടാണ്, അപ്പൊ അല്ലെങ്കിൽ സ്റ്റാർ മാജിക് കൊണ്ടാണ്. അപ്പൊ ഒരു ബിഗിനർ എന്ന രീതിയിൽ ബിഗ് ബോസ് ഉപകാരപ്പെടുന്നത് ഞാൻ സാബിമോനോടും പറഞ്ഞു, ആരിനോടും പറഞ്ഞു. പിന്നെ അവിടെ എല്ലാ ആളുകളോടും പറഞ്ഞു, ഇതൊരു വലിയ പ്ലാറ്റ്ഫോമാണ്, നിങ്ങൾക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ പ്ലാറ്റ്ഫോമാണ്. അത് യൂസ് ചെയ്യുക. അല്ലാതെ ഒരാളെ താറടിച്ച് കാണിക്കാനോ അല്ലെങ്കിൽ ഒരാളെ കുറ്റം പറഞ്ഞ് അവിടെ നിൽക്കാനോ ഒന്നും നിൽക്കേണ്ട ആവശ്യമില്ല. ഞാൻ മനസ്സിലാക്കിയത് എല്ലാവർക്കും എല്ലാവരുടെയും ഫാൻ ബേസ് ഉണ്ട്. അതിൽ കുറച്ച് ഫാൻ പവറും കുറച്ച് സപ്പോർട്ടൊക്കെ ഉണ്ടെങ്കിൽ അവർ ജയിക്കും. അല്ലാതെ PR മാത്രം. ഇപ്പൊ ഞാൻ ഒരു കാര്യം, കെന്ന എനിക്ക് 16 ലക്ഷം രൂപ വന്നേക്കാണ്. കെന്നയുടെ നല്ല വശങ്ങൾ മാത്രം സോഷ്യൽ മീഡിയയിൽ പ്രൊജക്ട് ചെയ്യണം. എനിക്ക് മോശം കാര്യങ്ങൾ കെന്ന അവിടെ ചെയ്യുന്നില്ലേ? ഇല്ലേ? അപ്പൊ ആളുകൾ തീരുമാനിക്കില്ല കെന്ന വളരെ മോശം സ്ത്രീയാണ്, എനിക്ക് വോട്ട് ചെയ്യണ്ട, കെന്ന ഔട്ടാവും. അനുമോൾ ഫൈനൽ വരെ വന്നില്ലേ? അപ്പൊ എന്തുകൊണ്ട് ഇവര് ചിന്തിക്കുന്നില്ല? അനുമോള് ഫൈനൽ വരാനുള്ള റീസൺ എന്താ? അനുമോൾക്ക് ഒരു നല്ല വശമുണ്ട്. ഇനി എത്ര മോശം വശം ഉണ്ടെങ്കിലും ഒരാൾക്ക് നല്ല വശം ഉണ്ടെങ്കിൽ തന്നെ അത് ടോപ്പ് 5 എത്തി. പിന്നെ എന്തിനാണ് ഇവരെ ടാർഗറ്റ് നോക്കുന്നത്? പിന്നെ ഞാൻ ശ്രദ്ധിച്ചേക്കുന്നത്, ഇപ്പൊ ഒരാളെ തന്നെ ആ വീട്ടിലുള്ള എല്ലാരും ടാർഗറ്റ് ചെയ്യുമ്പോ പുറത്തുള്ള ഓഡിയൻസിന് ആ ടാർഗറ്റ് ചെയ്യുന്ന ആളോട് ഒരു സഹതാപം തോന്നുന്നു. ഇപ്പൊ ഈ റീ എൻട്രി ചെയ്തേക്കണ എല്ലാ കണ്ടസ്റ്റന്റ്സും അവിടെ നിന്നേക്കണവരുൾപ്പെടെ അനുമോളെ ഇപ്പൊ ചെയ്യുമ്പോഴത്തേനും, ഞാൻ അനുമോൾ ഫാൻ എന്ന് ഞാൻ പറയുന്നില്ല, കാരണം നമുക്ക് വേറെ ഇഷ്ടപ്പെട്ട ആൾക്കാരുണ്ട്. പക്ഷെ ഈ 2-3 ദിവസങ്ങളിൽ റീ എൻട്രിക്ക് ശേഷം ഇവരെല്ലാരും ഒരാളോട് ചെയ്യുമ്പോ നമുക്ക് ഓഫ് കോഴ്സ് നമ്മളും നമ്മളൊക്കെ ആയിരുന്നെങ്കിൽ ഈ സിറ്റുവേഷനിൽ എങ്ങനെ നിൽക്കുന്നു, ചത്ത പോലെ ഇരിക്കാന്ന്. ഇനി കുറച്ച് ചത്ത പോലെ കിടക്കാൻ എങ്ങനെ ഇരുന്നു. ഞാൻ അനുമോൾ ഫാനൊന്നല്ല, എനിക്ക് അനുമോളെ ഭയങ്കര ഇഷ്ടമാണ്. എന്താ അറിയോ, ഒരാള് വന്ന വഴി, അയാള് കഷ്ടപ്പെട്ടത്, അയാളിനിയിപ്പോ എന്തൊക്കെ കാണിച്ചാലും അയാൾ ഒരു കഷ്ടപ്പാടുണ്ടെന്നേ, വലിയ ബുദ്ധിമുട്ടാ. ഒരു നോൺ ഇൻഡസ്ട്രിയില് ഒരാള് വരാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാ. ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് ആ പെൺകുട്ടി. എന്തൊക്കെയോ വരുന്നുണ്ട് പുകയൊക്കെ ആയിട്ട്. ദൈവമേ, ഫിഷാണോ ബീഫാ? എന്നാ ബീഫിന്റെ ആളാണ്. ഇപ്പൊ നമ്മള് ഓൾഡ് ലൈറ്റ് ഹൗസ് ബ്രിസ്റ്റോയിലാണ് ഇരിക്കുന്നത്. അപ്പൊ ഇവരുടെ ഫുഡ് എപ്പോഴും ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള, ഒത്തന്റിക് ആയിട്ടുള്ള ഒരുപാട് ഡിഷസ് ഉണ്ട്. അപ്പൊ ഇത് ഇവരുടെ സ്പെഷ്യൽ ആന്ന് പറഞ്ഞു. ബീഫ് പൊള്ളിച്ചതും അപ്പവും. നമുക്കിങ്ങനെ സംസാരിച്ച് ചൂടാറട്ടെ. നല്ല ചൂടുണ്ട്. അപ്പത്തിനില്ല, ഇതിന് ചൂടാകാൻ സാധ്യതയുണ്ട്. എന്തിനോ വേണ്ടി തിളക്കുന്നു. പിടിക്കില്ലേ? ഡയറ്റ് ഒന്നും അല്ലല്ലോ. ഈ ബീഫ് ഞാൻ കഴിക്കും, അപ്പം ഞാൻ പിടിക്കില്ല. അപ്പം നമുക്ക് ഗോതമ്പിന്റെ എന്തെങ്കിലും പിടിക്കാം. ഗോതമ്പിന്റെ അത് നമുക്ക് ചപ്പാത്തി എടുത്തോ? ചപ്പാത്തി. അവർക്ക് ശരിക്കും മനസ്സിലായിട്ടോ, അത്യാവശ്യം ഹെൽത്ത് നോക്കണ ആളാണ്. ചപ്പാത്തി ഇങ്ങോട്ട് പറഞ്ഞു. അതെ, ചപ്പാത്തി ഇങ്ങോട്ടേക്ക് തന്നെ നമ്മൾ പറഞ്ഞോണ്ട്. അപ്പൊ അനുമോളുടെ കഷ്ടപ്പാട്, ഈ അനുമോളുടെ വീട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ പറ്റും അനുമോൾ എന്താണെന്ന്. അനുമോളുടെ വീട്ടിൽ ഞാൻ പോയ സമയത്ത് അനുമോള് വീട്ടില് 2 ബെഡ്റൂമോ 3 ബെഡ്റൂം, 2 ബെഡ്റൂമോ ഉള്ളൂ. താഴെ ഒരു ബെഡ്റൂമും മേലൊരു ബെഡ്റൂമും. താഴെ ഒരു ബെഡ്റൂം ഉണ്ടോ അല്ല, അവള് സെപ്പറേറ്റ് ഒരു കോണിപ്പടിയുടെ കൂടെ ടെറസിന്റെ മേളിൽ ഒരു റൂം സെറ്റ് ചെയ്തേക്കാം അവൾക്ക് വേണ്ടിട്ട്. ഒരു ചെറിയൊരു റൂം, അതിൽ അവളുടെ ഡ്രസ്സ് കാര്യങ്ങള്, അവളുടെ മേക്കപ്പ്, അങ്ങനെ പരിപാടികളൊക്കെ സെറ്റ് ചെയ്ത് അവൾക്ക് റൂം. അതാണ് അവളുടെ റൂം. അച്ഛനും അമ്മയും താഴെ കിടക്കുന്നു. അങ്ങനെ ഒരു ചേച്ചിക്ക് റൂം, ചേച്ചി ഇല്ലല്ലോ,
അങ്ങനെ ഒരു ചെറിയ സെറ്റപ്പാണ് അവളുടെ വീട്. ഞാൻ അങ്ങനെ ഓർക്കുന്നത് ഒരു റബ്ബർ തോട്ടമൊക്കെ ആയിട്ട് ഒരു നാട്ടും പുറമാണ്. ചില സ്ഥലത്ത് വഴിയൊന്നും അങ്ങനെ പ്രോപ്പർ വേകുന്നില്ല അവർക്ക്. ഇപ്പൊ ഞാൻ 5 കൊല്ലം പോയ കാര്യം ആര്യനാട് ഒരു നാട്ടും പുറമാണ്, ചെറിയൊരു ഗ്രാമമാണ് ആര്യനാട്. നല്ല രസമുള്ള സ്ഥലമാട്ടോ, ജീവിക്കാനൊക്കെ അടിപൊളിയാണ്. അവിടെ നിന്ന് അവള് ബസ്സൊക്കെ കയറി ട്രെയിനൊക്കെ കയറി ചെറിയൊരു ആൾട്ടോ, അന്നൊരു ചെറിയ ആൾട്ടോ ഉപയോഗിക്കുന്നത്, ആ അച്ഛനെ ഓടിക്കുന്ന ഒരു ആൾട്ടോ. ഇപ്പൊ ഒരു കിയുടെ വണ്ടി എടുത്തു, ഒരു ആൾട്ടോ ഉപയോഗിക്കുന്നത്. അപ്പൊ അതിലാണ് അവളെ ട്രെയിൻ കയറ്റാനും ബസ്സിനൊക്കെ അവരുടെ അച്ഛൻ കൊണ്ടുപോകണൊക്കെ ഞാൻ കാണാറുണ്ട്. എന്നിട്ട് പറയുള്ളൂ. അപ്പോ ഭയങ്കര ഒരുപാടേ സ്ട്രഗിൾ ചെയ്ത് വന്ന ആളാ. ഇനി അവൾ ഇനിയിപ്പോ എന്ത് ആളുകൾ എന്ത് ടാറടിച്ചു നോക്കാനും ഇനിയിപ്പോ എന്ത് പിആറോ എന്തുണ്ടെങ്കിലും അവൾക്ക് അവളൊരു കഷ്ടപ്പാടുണ്ട്. അവിടെയുള്ള എല്ലാ ആളുകളും ഇപ്പൊ ഈ പറഞ്ഞ ചിലപ്പോ അനീഷും ഈ അക്ബർ എല്ലാ ആളുകളും കഷ്ടപ്പെട്ടിട്ടുണ്ടാവും. പക്ഷെ എനിക്ക് അവരുടെ കഷ്ടപ്പാട് അറിയാൻ പാടില്ല. എനിക്ക് അവരുടെ കഷ്ടപ്പാട് അറിയാൻ പാടില്ല കേട്ടോ. അനുമോളെ കഷ്ടപ്പാട് എനിക്ക് അറിയാം. എനിക്ക് അറിയാവുന്നതുകൊണ്ട് എനിക്ക് അവളെ സപ്പോർട്ട് ചെയ്തേ പറ്റുള്ളൂ. ഒരാളെ നമ്മൾ മനസ്സിലാക്കിയത് കൊണ്ട് അവളെ സപ്പോർട്ട് ചെയ്തേ പറ്റുള്ളൂ നമുക്ക്. അല്ലാതെ ഞാൻ അനുമോളുടെ PR ആയിട്ടല്ല. എനിക്ക് അനുമോള് പൈസ തരാന്ന് പറഞ്ഞിട്ടില്ല, ഒന്നും പറഞ്ഞിട്ടില്ല, ഞാനൊന്നും പ്രതീക്ഷിക്കുന്നില്ല. ഇനിയിപ്പോ അനുമോളിൽ നിന്ന് ഞാൻ ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. മനസ്സിലായോ? അതൊരു മനുഷ്യത്വമാണേ. എനിക്കൊരു മോശം അവസ്ഥ വന്നപ്പോ അനുമോൾ എന്റെ കൂടെ നിന്നൊരാളാ. എനിക്ക് വലിയൊരു ആരോപണമാണ്. ഒരു സ്ത്രീ എന്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരിക്കലും ഒരു ആർട്ടിസ്റ്റിനൊന്നും ഫേസ് ചെയ്യാൻ പറ്റാത്ത ആരോപണം എന്റെ നേരെ വന്നാ ഞാൻ അതിൽ അതിഭീകരമായിട്ട് തിരിച്ച് ഫൈറ്റ് ചെയ്ത് ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് തെളിയിച്ച ഒരാളാണ്. ആ സമയത്ത് എൻ്റെ കൂടെ ഫൈറ്റ് ചെയ്ത് അല്ലെ എൻ്റെ കൂടെ ഒരാളെ നിന്നോളൂ അനുമോളും. വേറെ ആർട്ടിസ്റ്റുകൾ നിന്നെങ്കിൽ പോലും അനുമോൾ എനിക്ക് പറയാൻ പറ്റുള്ളൂ. വേറെ ആളുകളെ പിന്തുണ വന്നിരുന്നു. പക്ഷെ എനിക്ക് അങ്ങനെ ഒരു ഫ്രണ്ടിൽ വന്ന ഷിയാസ്ക്ക് അങ്ങനെ ചെയ്യില്ല, അങ്ങനത്തെ അങ്ങനല്ല എന്ന് പറഞ്ഞൊരാളാണ് അനുമോൾ. അത് ഇപ്പൊ പറഞ്ഞപ്പോ ഞാൻ പെട്ടെന്ന് ഓർത്ത്, അനുമോൾ ഇപ്പം വേറെ കണ്ടസ്റ്റന്റ് അവിടുത്തെ ഫ്രണ്ട്സിനോടൊക്കെ എന്നുവെച്ചാൽ ബിഗ് ബോസിന്റെ അകത്ത് അവർക്കൊരു ഗ്യാങ് ഉണ്ടല്ലോ, ഞാൻ ആരുടെയും പേരെടുത്ത് പറയുന്നില്ല. അപ്പൊ അവരുടെ ഫ്രണ്ട്സിനോടൊക്കെ സംസാരിക്കുമ്പോൾ അനുമോൾ പറയുന്നത് എനിക്കും തെറ്റുണ്ടാവും നിങ്ങൾക്കും ഉണ്ടാവും, പക്ഷെ സുഹൃത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരുടെ മുന്നിൽ ഇട്ട് കൊടുക്കുകയല്ല വേണ്ടത്, അവരെ മാറ്റി നിർത്തി അല്ലെങ്കിൽ അവർക്ക് മോശ സമയത്ത് കൂടെ നിൽക്കുക അല്ലെങ്കിൽ മാറ്റി നിർത്തി പറയുക. കാരണം സുഹൃത്ത് ബന്ധമായിട്ടിരിക്കും നമ്മൾ പലതും ഓപ്പൺ ആയിട്ട് പറഞ്ഞു. എനിക്കൊന്ന് അനുമോൾ പലതും ഓപ്പൺ ആയിട്ട് പറഞ്ഞതിന്റെ കാര്യം പറയാം. എനിക്ക് ഫസ്റ്റ് ഞാൻ അനുമോളൊരു പറയാനുള്ള കാര്യമാണ്, നമ്മൾ ആരും വിശ്വസിച്ചിട്ടൊന്നും പറയേണ്ട ആവശ്യമില്ല. സീക്രട്ട് ഓൾവേസ് സീക്രട്ട് ആണ്. പിന്നെ ഇതൊരു TV ഷോ ആണ്, നമ്മളൊരു പുറത്ത് പറയുന്ന പോലെ അല്ലത്. ഇതൊരു TV ഷോ ആണ്. നമ്മൾ ചെവി പറയുന്ന കാര്യം മറ്റൊരാൾക്ക് ജയിക്കാൻ വേണ്ടി അതൊരു പബ്ലിക്കിൽ പറയും. ആ ഒരു ഷോ അങ്ങനെയാണ്. ഞാനത് ഫേസ് ചെയ്ത ഒരാളാണ് ബിഗ് ബോസിൽ. അപ്പോൾ ഈ ഷോയുടെ പ്രശ്നം എന്ന് പറഞ്ഞാല് നമ്മള് വിശ്വസിച്ച് പറയുന്നൊരു കാര്യം ചിലപ്പോൾ അയാള് നമ്മൾ തമ്മിൽ ചെറിയൊരു വഴക്കുണ്ടാവുമ്പോഴോ ഒരു വാക്ക് തർക്കം ഉണ്ടാവുമ്പോ അതങ്ങ് വിളിച്ചു പറയും. ചില മനുഷ്യർ അങ്ങനെയാണ്. പക്ഷെ അനീഷ് നല്ല ക്വാളിറ്റി ഉള്ള മനുഷ്യനാണ്. അനീഷ് നല്ല ക്വാളിറ്റി ഉള്ള മനുഷ്യനാണ്. കാര്യം അനീഷിനെ പറ്റി എനിക്ക് മനസ്സിലാക്കിയ ഒരു കാര്യം, അതുപോലെ ഞാൻ അകത്ത് പോയ സമയത്തൊക്കെ മനസ്സിലാക്കിയ കാര്യം, അനീഷ് അങ്ങനെ വിളിച്ചു പറഞ്ഞാൽ കണ്ടിട്ടില്ല. ഒരാളെ കുറ്റം പറയുന്നതോ നമ്മൾ കാണുമ്പോൾ 24 അനീഷ് ഒരാളെ കുറ്റം പറഞ്ഞാൽ കണ്ടിട്ടില്ല, ഒരാളെ പറ്റി വിളിച്ച. അതുകൊണ്ട് ഇപ്പൊ ഞാൻ പറഞ്ഞത് എനിക്ക് ഇപ്പോ അനുമോള് കഴിഞ്ഞ ആരാന്ന് വെച്ചാൽ എനിക്ക് അനീഷിന്റെ പേരെ പറയാൻ പറ്റുള്ളൂ. അനീഷിന് എനിക്ക് പേഴ്സണലി വലിയ പരിചയങ്ങളൊന്നും ഇല്ല, എന്റെ സുഹൃത്തിന്റെ ബ്രദറാണെന്ന് മാത്രമേ അറിയുള്ളൂ. പക്ഷെ അത് ഞാൻ ബിഗ് ബോസിൽ പോയപ്പോഴാണ് അയാളുടെ ബ്രദറാന്ന് ഞാൻ അറിയുന്നത്. അപ്പൊ അല്ലാതെ എനിക്ക് പിന്നെ എന്റെ സുഹൃത്ത് അക്ബറൊക്കെ എന്റെ സുഹൃത്താ, എല്ലാവരും വളരെ ക്ലോസ് ആയിട്ട് എനിക്ക് അറിയില്ലാന്നേ. ഈ അക്ബർ ഞാൻ കാണും, ഇവന്റിന് കാണുന്നല്ലാതെ ഷാനവാസ് എന്റെ സുഹൃത്താ. നിവിൻ എനിക്കറിയാം, നടക്കുന്ന മനുഷ്യനാണ്, ഒരു പാവ മനുഷ്യനാണ്, കോമഡിയാണ് ആള് റിയൽ. ആളും എനിക്ക് ദേഷ്യം വന്ന ആ വെള്ളം കോരിയൊക്കെ ഒഴിച്ചപ്പോഴാണ് പൊളിഞ്ഞു. അങ്ങനെ ചെയ്യാൻ പാടില്ല. കാര്യം വഴക്കൊക്കെ ഉണ്ടാക്കുക ഒരുപാട് പക്ക ഒരു കുഞ്ഞു പിള്ളേരെ പോലെ വെള്ളം അങ്ങോട്ടും ഇങ്ങോട്ട്